ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9th ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ഫോം ആണ്. ഫസ്റ്റ് ഫോം നെയിം എന്താണ്? നത്തിങ് ടോയ്സ്. എന്താണ് ടൈറ്റിൽഡ് വരുന്നത്? നത്തിങ് ടോയ്സ്. ഒന്നും രണ്ടാമതില്ല അല്ലെ, ഒരൊറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ. നത്തിങ് ടോയ്സ്. നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. Selma Lagerlof's banquet speech pays homage to those who helped her along the journey of life. അല്ലെ, നമ്മൾ എന്ത് ചെയ്തു? സെൽമ ലാഗോഫിന്റെ വളരെ ബാങ്ക്വറ്റ് ആയിട്ടുള്ള ഒരു സ്പീച്ച് അല്ലെ. ബാങ്ക്വറ്റ് മീൻസ് എന്താ? ഒരു വിരുന്ന് അല്ലെ, ഒരു സ്പീച്ചിന്റെ ഒരു വിരുന്നാണ് കണ്ടത്. പേസ് ഹോമേജ്. ഹോമേജ് മീൻസ് എന്താണെന്ന് വെച്ചാല് നന്ദി പ്രകടിപ്പിക്കുക, നന്ദി പറയുക എന്ന അർത്ഥത്തിലാണ് ഹോമേജ് എന്ന്. ടു ദോസ് ഹു ഹെൽപ്ഡ് ഹെർ അലോങ് ദ ജേർണി ഓഫ് ലൈഫ്. അവളുടെ ജേർണിയിൽ അവളുടെ കൂടെ നിന്നവരെ, ആ ലോങ് ജേർണിയിൽ അവളുടെ കൂടെ തന്നെ നിന്നവരെ, സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ നിന്നവരെ ഒരു നന്ദി പറയലിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്പീച്ചാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കേട്ടത്. ദെൻ now let's read a poem. See how special every moment in life is. അല്ലെ, ഇനി നമ്മളൊരു പോം ആണ് കാണാൻ പോകുന്നത്. ലൈഫിൽ ഓരോ മൊമെന്റ്സും എത്ര മനോഹരമാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെ. ഓരോ മൊമെന്റ്സും എത്ര മനോഹരമാണോ അത്രയും സെക്കൻഡിൽ ഓരോ മൊമെന്റ്സും പോയിക്കൊണ്ടിരിക്കും. അതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അല്ലെ. പക്ഷെ ഓരോ മൊമെന്റ്സും എന്താണ്? അത്രയും മനോഹരമാണ്. അത് ഓരോ മൊമെന്റ്സും മനോഹരമാക്കി മാറ്റേണ്ടത് ആരാണ്? നമ്മളാണ് അല്ലെ. ഓക്കെ, നോക്കാം. നത്തിങ് ടോയ്സ്. വിസ്ലാവോ സിംബോസ്ക. ആരാണ്? വിസ്ലാവോ സിംബോസ്ക അല്ലെ. വിസ്ലാവ സിംബോസ്ക എന്ന് വായിക്കുന്നവരും വിസ്ലോവോ സിംബോസ്ക എന്ന് വായിക്കുന്നവരുണ്ട് കേട്ടോ. വിസ്ലോവോ സിംബോസ്ക. നത്തിങ് ടോയ്സ്. ഒന്നും രണ്ടാമതില്ല അല്ലെ. ലൈഫിൽ ഒന്നും രണ്ടാമതില്ല. ലൈഫ് തന്നെ എന്താണ്? രണ്ടാമതൊരു ചാൻസ് നമുക്കില്ല അല്ലെ. ഒരൊറ്റ ചാൻസേ ഉള്ളൂ അല്ലെ. നമ്മളൊന്ന് മരിച്ചു പോയി കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ ഇതേ ഒരൊറ്റ മിനിറ്റ് ഞാനൊന്ന് കൂടെ ഒന്ന് പോയിട്ട് ജീവിച്ചിട്ട് ഇങ്ങോട്ട് വരാം? നമ്മളിപ്പോ പറയാണ്ട് അടുത്ത ജന്മത്തിൽ നമുക്ക് വീണ്ടും ഒന്നും ഇല്ല കേട്ടോ. ലൈഫിൽ ഇവിടെ ഒരൊറ്റ ജീവിതേ ഉള്ളൂ. നമുക്കിവിടെ ഒരു സെക്കൻഡ് ഒരു റീടേക്ക് ഇല്ല കേട്ടോ. ഒരു സെക്കൻഡ് ചാൻസ് നമുക്കില്ല. ഓക്കെ, എല്ലാം ഒരൊറ്റ തവണ. ഒന്നും എന്തില്ല, രണ്ടാമതില്ല. ഓക്കെ, നോക്കാം. Our poem. Nothing can ever happen to us. In consequence, the sorry fact is that we arrive here improvised and live without the chance to practice. നോക്കാം. വളരെ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തെ ലൈനിൽ പറയുന്നത്. ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ടു us. ഒന്നും തന്നെ രണ്ടാമതായിട്ട് സംഭവിക്കുന്നില്ല. നത്തിങ്, ഒന്നും. ക്യാൻ എവർ ഹാപ്പൻ, സംഭവിക്കുന്നില്ല ഒരിക്കലും. എന്ത്? രണ്ടാമതായി. ഒന്നും തന്നെ രണ്ടാമതായിട്ട് സംഭവിക്കുന്നില്ല. ഉണ്ടോ? ഇന്നിപ്പോ ഒരു ദിവസം കഴിഞ്ഞു പോയത് നാളെ അതേ ദിവസമാണ് സമയം അല്ലെ. നാളെ പുതുതാണ് അല്ലെ. ഇന്ന് സംഭവിച്ച കാര്യം നാളെ സംഭവിക്കില്ല, നാളെ മറ്റൊരു കാര്യം അല്ലെ. അതേപോലെ തന്നെ ഓരോ നിമിഷങ്ങളും ഒന്നും എന്ത് ചെയ്യുന്നില്ല, രണ്ടാമതായിട്ട് സംഭവിക്കുന്നില്ല. ഓക്കെ, ഇൻ കോൺസിക്വൻസ്, എന്തിന്റെ പരിണിത ഫലമാണ്? അതൊരു സത്യമാണ് അല്ലെ. അത് എന്തിന്റെ ഫലമാണ്? ദ സോറി ഫാക്ട് ഈസ്, എന്താണ്? വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സത്യമാണ്. എന്ത്? ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ്. എന്ത്? ദാറ്റ് വി അറൈവ് ഹിയർ, നമ്മൾ ഇവിടെ വരുന്നു. വി അറൈവ് ഹിയർ, നമ്മൾ ഹിയർ മീൻസ് അതാ ഈ ഭൂമിയിൽ നമ്മൾ വരുന്നത് ഇംപ്രോവൈസ്ഡ്, ഒരു പ്രാക്ടീസും ചെയ്യാതെയാണ് അല്ലെ. നമുക്കൊരു പ്രീ പ്ലാൻ ചെയ്യാനുള്ള ഒരു അവസരമല്ല. പ്രാക്ടീസ്, നമ്മളിപ്പോ ജനിക്കുന്നതിന് മുമ്പ് എല്ലാം പ്രാക്ടീസ് ചെയ്തതാ. ഈ വയസ്സിൽ ഇന്നെ ചെയ്യും, ഈ വയസ്സിൽ ഇന്നെ ചെയ്യും, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അന്ന് സെറ്റായി എന്നെ നാട്ടിൽ വിട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോരുന്നത്. അല്ല, ഒന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഒന്നിനുമുള്ള സമയം നമുക്കില്ല. ഓക്കെ, ഒരു ഇംപ്രൂവൈസറും കൂടാതെ, ഒരു മുന്നൊരുക്കവും കൂടാതെ, ഒരു പ്രീ പ്ലാനും കൂടാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുന്നത്. ആൻഡ് ലീവ് വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. അതുപോലെ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് തിരിച്ചു മടങ്ങുകയാണ്. വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടാതെ നമ്മൾ മടങ്ങുകയാണ് അല്ലെ. എക്സാമ്പിളിന് നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഇപ്പൊ നമ്മളിവിടെ നാട്ടിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റിലൊക്കെ നമ്മൾ മരിച്ചുപോയി അല്ലെ. മരിച്ചു പോയിട്ട് നമുക്ക് ഇനി ഇതൊന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ബാക്കോട്ട് പോയിട്ട് ആ വണ്ടി കുത്തിയ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അപകടം പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പ്രാക്ടീസ് വീണ്ടും ഒന്ന് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. ഇവിടെയും നമുക്കൊരു സെക്കൻഡ് പ്രാക്ടീസോ ചാൻസോ കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് മടങ്ങി പോവാണ്. വരുന്നത് എങ്ങനെയാണ്? ഒരു മുന്നൊരുക്കവും കൂടാതെയാണ് അല്ലെ. സോ അതാണ് ഒരു സോറി ഫാക്ട് എന്ന്. അതാണ് ദുഃഖകരമായ സത്യം. അതുകൊണ്ടാണ് ടോയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒന്നും രണ്ടാമതായിട്ട് സംഭവിക്കുന്നില്ല. എന്തിന്റെ കോൺസിക്വൻസ് ആണിത്? ഇതിന്റെയൊക്കെ ഫലമാണ് ഒന്നും രണ്ടാമതായിട്ട് സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത്.
Okay, clear? Even if there is no one number, if you are planet's biggest dunce, you can't repeat the class in summer. This course is only offered once. നോക്കാം. ഈവൻ ഇഫ് ദർ ഇസ് നോ വൺ ഡംബർ. എന്താ ഡംബർ എന്ന് പറഞ്ഞ മന്ദബുദ്ധി എന്നൊക്കെ പറയില്ല അത്. ഓക്കെ, ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡെൻസ്, അല്ലെ, ഭൂമിയിലെ ഏറ്റവും വലിയ മൂഢൻ. ഡെൻസ് മീൻസ് മൂഢൻ. ഓക്കെ, ഭൂമിയിലെ ഏറ്റവും വലിയ മൂഢൻ നിങ്ങളാണെങ്കിൽ പോലും, ഭൂമിയിലെ ഏറ്റവും വലിയ മന്ദബുദ്ധി നിങ്ങളായിരുന്നാൽ പോലും, ഓക്കെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് നിങ്ങൾ എന്നിരുന്നാൽ പോലും, നിങ്ങളെക്കാൾ വലിയൊരു മന്ദബുദ്ധി അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വലിയൊരു വിഡ്ഢി നാട്ടിലില്ലെങ്കിൽ, ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും, നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മൂഢൻ, അല്ലെങ്കിൽ നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢി അല്ലെങ്കിൽ മന്ദബുദ്ധി ആണെങ്കിൽ പോലും, യു കാൻ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സമ്മറിലെ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഏറ്റവും വലിയ വിഡ്ഢിയോ മൂഢനോ എന്തോ ആവട്ടെ, നിങ്ങൾക്ക് സമ്മറിലെ ക്ലാസ് ആ പേരും പറഞ്ഞ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല. ഓക്കെ, ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്, അല്ലെ. ഈ കാരണം എന്താണ്? ഈ കോഴ്സിന് ഒറ്റ ഓഫർ ഉള്ളു. അതെന്താണ്? ഇത് വൺസ്, അല്ലെ, ഓൺലി ഓഫേർഡ് വൺസ്, അല്ലെ. ഇതൊരു ഒറ്റ തവണ കിട്ടുന്ന കോഴ്സാണ്. റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. ഒറ്റ ചാൻസേ ഉള്ളൂ. പരീക്ഷ ഒന്നും എഴുതാൻ കഴിയില്ല കേട്ടോ. ഒന്നും ഒരു കാര്യമല്ല, ഒറ്റ അവസരം. ഓക്കെ, നിങ്ങളിപ്പോ ക്ലാസ്സിൽ ലീവാവട്ടെ, ലീവായി കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് ആ ക്ലാസ് നമുക്ക് മാത്രം എക്സ്ട്രാ എടുത്തരുന്നില്ല, അല്ലെ. അവരെ ക്ലാസ്സിൽ ഇപ്പൊ ശ്രദ്ധിക്കാത്തൊരു വിഡ്ഢിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഓക്കെ, അന്ന് ഞാൻ ആ ക്ലാസ്സിലേക്ക് വീണ്ടും എടുത്തുതരാം ഇങ്ങനെ പറയോ? ഇല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ വിഡ്ഢിയോ ഏറ്റവും വലിയ മൂഢനായിരുന്നു ആരും ആവട്ടെ, പക്ഷെ സമ്മറിലെ ക്ലാസ് ഇനി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല. കാരണം എന്താണ്? അത് ഒരൊറ്റ തവണയുള്ളൂ. ഈ ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇതൊക്കെ മെറ്റാഫർ ആട്ടോ. ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്തേക്കാണ്. സിമ്പിൾ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലൈഫാണ്, ജീവിതം. ജീവിതം നിങ്ങൾക്ക് രണ്ടാമതായിട്ട് റിപ്പീറ്റ് ചെയ്ത് തരില്ല, ഒരവസരം തരില്ല. കാരണം അതൊരു ഒറ്റത്തുള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ. നിങ്ങൾ പണ്ടൊരു പരസ്യത്തിൽ കേട്ടിട്ടുണ്ടോ? റീടേക്കുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല? അതേപോലെ തന്നെയാണ് ജീവിതത്തിന് റീടേക്ക് ഇല്ല എന്ന് പറഞ്ഞ സത്യമാണ് കേട്ടോ. അതിലൊരിക്കലും ഒരു റീടേക്ക് ഇല്ല. ഒറ്റ തവണ ക്ലാസ് ആണത്. അതിന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടൂല. കാരണം എന്താണ്? അത് ഓഫർ ക്ലാസ് ആണ്, ഒരു തവണ മാത്രം കിട്ടുന്ന ക്ലാസ്. ഓക്കെ, ക്ലിയർ? നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. ഒരു ദിവസവും ഇന്നലെ കോപ്പി ചെയ്യുന്നില്ല. നോ ഡേ, ഒരു ദിവസം, ഇന്നത്തെ ദിവസം ഉദ്ദേശിച്ചത്. ഓക്കെ, കോപ്പീസ് യെസ്റ്റർഡേ, ഇന്നലെയുടെ കോപ്പിയല്ല ഒരു ദിവസവും. യെസ്റ്റർഡേ മീൻസ് ഇന്നലെ. കോപ്പി അറിയില്ല, കോപ്പി അടിക്കാൻ അറിയില്ല. അപ്പൊ ഇന്നലെ കോപ്പി അടിച്ചതല്ല ഒരു ദിവസവും. ഇന്നത്തെ ഒരു ദിവസവും ഇന്നലകളുടെ കോപ്പിയല്ല. ഓക്കെ, no two nights will teach what bliss is in precisely the same way with precisely the same kisses. എന്താണ്? നോ ടു നൈറ്റ്സ് വിൽ ടീച്ച്. ഒരു രണ്ട് രാത്രികളും, ഒറ്റ രാത്രിയല്ല, ഒരു രണ്ട് രാത്രിയും നമ്മളെ പഠിപ്പിക്കുന്നില്ല. എന്ത് പഠിപ്പിക്കുന്നില്ല? വാട്ട് ബ്ലിസ് ഈസ്. ബ്ലിസ് പറഞ്ഞ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, സ്വർഗീയമായിട്ടുള്ള അനുഭൂതി, വളരെ മനോഹരമായിട്ടുള്ള ദിവസം, അല്ലെ. ചിലപ്പോൾ ഒരു നൈറ്റ് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ദിവസമായിരിക്കാം. ഓക്കെ, ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ. ആ സെയിം ദിവസം തന്നെ നാളെയും കിട്ടില്ല. ഓക്കെ, വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസ്. ഇന്ന് നമുക്ക് കിട്ടുന്ന കിസ്, കിസ് മീൻസ് ഇവിടെ ചുംബനം എന്നതിനപ്പുറം ലവ്, ആ ബോണ്ട് ഭയങ്കര ഡെപ്ത് റിലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മേ ബി ഈ വ്യക്തിയുടെ ലവർ എന്നുള്ള ഒരു റിലേഷനിലോട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് റൈറ്റർ. ഓക്കെ, അപ്പോ ഇന്ന് കിട്ടുന്ന സ്വർഗീയാനുഭൂതിയോ, ഇന്ന് കിട്ടുന്ന കിസ്സുകളോ, ഇന്ന് കിട്ടുന്ന ലവോ സ്നേഹമോ ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ട് നാളെ നമുക്ക് പിറ്റേ ദിവസത്തെ നൈറ്റ് നമുക്ക് പഠിപ്പിച്ചു തരില്ല. ഒരു 2 നൈറ്റ്സും എന്തല്ല ടീച്ച് ചെയ്ത് തരില്ല. ഒന്നും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല. സെയിം ആയിട്ടുള്ള കിസ്സുകളോ, സെയിം ആയിട്ടുള്ള ബ്ലിസ് ലൈഫോ, സെയിം ഡേയോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പിറ്റേ ദിവസം കിട്ടില്ല. ആണോ? ഇന്നിപ്പോ നിങ്ങളുടെ അമ്മമാര് നിങ്ങൾക്കൊരു ഉമ്മ വന്നു, നാളെ നിങ്ങളുടെ അമ്മ അതേ ഒരു കിസ്സാണോ നിങ്ങൾക്ക് തരുന്ന? അല്ല, അത് വേറെയാണ്, അല്ലെ. അതുപോലെ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങളോട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിക്കും, നാളെ സ്നേഹത്തോട്, പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇന്നലത്തെ സെയിം ആവില്ലെന്ന്, മീൻ സ്നേഹക്കുറവ് എന്നല്ല പറയുന്നത്, എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. ഒന്നും എന്തല്ല ഒരേപോലെ പിറ്റേ ദിവസം കൃത്യമായിട്ട് നമുക്ക് പിറ്റേ ദിവസം അതേ അളവിൽ, അതേ തോതിൽ, അതേ രീതിയിലുള്ള ഒരു ഫീലിങ്സോ അതേ ഒരു ദിവസമോ പിറ്റേന്ന് കിട്ടില്ല. കാരണം എന്താണ്? ഇന്നലെയുടെ കോപ്പിയല്ല.
ഇന്നലത്തെ നൈറ്റ് ഇന്നത്തെ നൈറ്റിന്റെ കോപ്പിയല്ല, ഇന്നത്തെ നൈറ്റ് ഇന്നലത്തെ രാത്രിയുടെ കോപ്പിയല്ല. ഓക്കെ, സോ 2 nights നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഒരു രാത്രി നമ്മളെ പഠിപ്പിക്കുന്നില്ല. നൈറ്റ് വിൽ ടീച്ച് എന്ന രാത്രി നമ്മളെ പഠിപ്പിക്കുമോ? മനുഷ്യരല്ലേ പഠിപ്പിക്കുക. അപ്പൊ ഇതെന്താ? ഇതൊക്കെ പേഴ്സണിഫിക്കേഷൻ ആട്ടോ. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് പേഴ്സണിഫിക്കേഷൻ. നമ്മള് പോയറ്റിക് ഡിവൈസസ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സോ എന്താണ്, ഒരു ദിവസവും ഇന്നലെയുടെ കോപ്പിയല്ല. ഒരു 2 യാത്രയും ഒരേ ദിവസം ആ രാത്രികളിൽ തന്ന സ്വർഗീയ അനുഭൂതിയോ ബ്ലിസ്സോ കിസ്സുകളോ ഒന്നും തന്നെ സെയിം ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് തരില്ല. ടീച്ച് ചെയ്ത് തരില്ല എന്നാൽ പിറ്റേ ദിവസം നമുക്കത് ലഭിക്കില്ല സെയിം ആയിട്ട്. ക്ലിയർ? വൺ ഡേ, ഒരു ദിവസം, പെർഹപ്സ് സം ഐഡിയൽ ടങ്, ഐഡിയൽ മീൻസ് മടിയനായിട്ടുള്ള ഒരാളുടെ നാവിൽ നിന്നും മെൻഷൻ യുവർ നെയിം ബൈ ആക്സിഡന്റ് ആയിട്ട്, വളരെ ആകസ്മികമായിട്ടൊക്കെ വളരെ ആക്സിഡന്റലി ആയിട്ട് അറിയാതെ അവരുടെ നാവിൽ നിന്ന് നിങ്ങളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ പേര് അറിയാതെ ഒരു ഐഡിയൽ ടങ്ങിൽ നിന്നും ബൈ ആക്സിഡന്റലി ഞാൻ അവരുടെ വായിൽ നിന്നും വരുമ്പോൾ ഞാൻ കേട്ട് കഴിഞ്ഞാൽ എന്താണ്? ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വർ ഫ്ലങ് ഇൻ ടു ദ റൂം ഓർ ഹ്യൂമൻ സെന്റ്. അപ്പൊ എനിക്ക് എന്താ തോന്നുക, ഒരു മനോഹരമായിട്ടുള്ള റോസാപ്പൂ വലിച്ചെറിയാണ് എന്ത്, ഒരു റൂമിന്റെ ഉള്ളിലോട്ട്. അതിന്റെ എല്ലാ ഭംഗിയോടും അതിന്റെ എല്ലാ സ്മെല്ലോടും അതിന്റെ എല്ലാ മനോഹാരിതയോടും കൂടിയിട്ട് അല്ലെ, ഹ്യൂ മീൻസ് നിറവും ഭാവവും ഒക്കത്തോട് കൂടിയിട്ട്, സെൻ മീൻസ് സ്മെല്ല് അല്ലെ, അതിന്റെ ഭാവത്തോടും നിറത്തോടും എല്ലാ മനോഹാരിതയോടും കൂടിയിട്ടും ഒരു റോസാപ്പൂ എറിയുന്ന പോലെ എനിക്ക് തോന്നും പെട്ടെന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇവിടെ ഉദ്ദേശിച്ചത് ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതൊന്നും അല്ലെങ്കിൽ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ ചിലപ്പോൾ ഡെയിലി എപ്പോഴും ഇങ്ങനെ ഓർത്തോളുന്നില്ല. പക്ഷെ ആരെങ്കിലും അത് പേര് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് അവരുടെ ഓർമ്മകൾ ഇങ്ങോട്ട് വരും അല്ലേ? പെട്ടെന്ന് മനസ്സിലോട്ട് ഓർമ്മ വന്ന് അവരോടുള്ള ആ സ്നേഹമൊക്കെ ഒരു മൊമെന്റിൽ നമ്മൾ ഓർക്കും അല്ലെ? എപ്പോഴും നമ്മൾ അവരെ ഓർക്കണമെന്നില്ല. ഒരാളുടെ നാവിൽ കേൾക്കുമ്പോൾ നമുക്ക് ആ പാസ്റ്റിലോട്ട് അങ്ങ് പോകും നമ്മള് അല്ലേ? അങ്ങനെയാണ് മനുഷ്യർ അല്ലെ? കാരണം ഓരോ മൊമെന്റ്സും നമുക്ക് മനോഹരമായിരുന്നു. ഓരോ പാസ്റ്റ് മൊമെന്റ്സും ഓരോ ബ്ലിസ്സും ഓരോ കേസസും നമുക്ക് എന്തായിരുന്നു, മനോഹരമായിരുന്നു. അവരുടെ കൂടെ ചെലവഴിച്ച ഓരോ നിമിഷം നമുക്ക് എന്തായിരിക്കും, ചിലപ്പോൾ മനോഹരമായിരിക്കും. അതുകൊണ്ട് അവരുടെ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കത് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഒരു മനോഹരമായിട്ട് മണത്തോടും രുചിയോടും ടേസ്റ്റോടും എല്ലാ ഭംഗിയോടും എല്ലാ ഒരു മനോഹാരിതയോടും അതിന്റെ സ്മെല്ലോടും ഭാവത്തോടും ഭംഗിയോടും കൂടിയിട്ടുള്ള ഒരു റോസാപ്പൂ റൂമിലോട്ട് എറിഞ്ഞതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ? ആസൊക്കെ യൂസ് വന്നാൽ അത് സിമിലിയാണെന്ന് അറിയാൻ ആസും ലൈക്കൊക്കെ വരുമ്പോ. സോ എന്താണ് ഇവിടെ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് ആയിരിക്കാം ഇവിടെ കവിയത്രി ഉദ്ദേശിച്ചത്. ഓക്കെ, സോ എന്താണ് ഇവിടെ ഫീൽ ചെയ്തത്? ഒരു മനോഹരമായിട്ടുള്ള മണമുള്ള റോസാപ്പൂ വലിച്ചെറിഞ്ഞതുപോലെയാണ് ഒരു ഐഡിയൽ ടെങ്ങിൽ നിന്നും ബൈ ആക്സിഡന്റ് ആയിട്ട് ആ വ്യക്തിയുടെ പേര് കേട്ടപ്പോൾ. ഓക്കെ, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ. ക്ലിയർ? The next day, though you are here with me. The next day, അടുത്ത ദിവസം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ആ പേര് പറഞ്ഞല്ലോ, ആ പേര് പറഞ്ഞ വ്യക്തി തന്നെ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്കൊരാളുടെ പേര് കേട്ടപ്പോ ഒരു മനോഹരമായിട്ടുള്ള റോസാപ്പ് എല്ലാ സ്മെല്ലോടും കൂടി എറിയുന്ന പോലെയൊക്കെ തോന്നി അല്ലെ? ആ വ്യക്തി ആ പേര് പറഞ്ഞല്ലോ, മീൻസ് ഐഡിയൽ ആയിട്ടുള്ള തെങ്ങല്ല ഉദ്ദേശിച്ചത്. ആ പേര് കേട്ടപ്പോ നമുക്ക് തന്നല്ല, ആ വ്യക്തി തന്നെ നാളെ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരിക്കും. മേ ബി ചിലപ്പോ നാളെ എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഐ കാണ്ട് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ക്ലോക്ക് നോക്കാതെ നിങ്ങളെ നോക്കിയിരിക്കാൻ എനിക്ക് കഴിയില്ല, അല്ലെ ക്ലോക്ക് നോക്കാതെ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല, അല്ലെ ക്ലോക്ക് നോക്കാതെ നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ എനിക്ക് കഴിയില്ല. എ റോസ്, വാട്ട് കുഡ് ദാറ്റ് ബി? ഇസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? റൈറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് അല്ലെ? ചോദിക്കാണ്, റോസോ? ഏത് റോസ് അല്ലെ? വാട്ട് കുഡ് ബി? ഏത് റോസ്? എന്ത് റോസ്? ഇസ് ഇറ്റ് എ ഫ്ലവർ ഓർ റോക്ക്? അത് റോസാപ്പൂ ആയിരുന്നോ അതോ കല്ലായിരുന്നോ? ഇന്നലെ ഇപ്പൊ എന്താ പറഞ്ഞത് അല്ലെ? ഇന്നലെ നമ്മുടെ റൈറ്റർ എന്താ പറഞ്ഞിരുന്നത്? റോസാപ്പൂവിന്റെ എല്ലാ സ്മെല്ലും മണത്തോടു കൂടി മനോഹരമായിട്ട് റോസാപ്പൂ തെറിയുന്ന പോലെ തോന്നി. ഇന്ന് ആ വ്യക്തി കൂടെ ഉണ്ടായപ്പോ എന്താ തോന്നിയത്? അത് കല്ലാണോ റോസാപ്പൂ ആണോ? ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം അല്ലേ? നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് അല്ലെ? നമുക്ക് ചിലപ്പം നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ വരുമ്പോ 1-2 ദിവസമൊക്കെ നമുക്ക് 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ പലതുമായിട്ട് തോന്നും അല്ലെ? അപ്പൊ പിന്നെ നമുക്ക് അവരുടെ ഇതൊക്കെ നമുക്ക് പിന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. നമുക്ക് ചിലപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും നമുക്ക് ഇഷ്ടം. ഇവിടെയും വ്യക്തി എന്ത് ചെയ്യാണ്? കൂടെ ഉണ്ടായിരുന്നപ്പോ പെട്ടെന്ന് വന്ന ആ ലവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ആ റോസ് തന്നെയാണോ റോക്കാണോ എന്നൊക്കെ തോന്നുകയാണ് അല്ലെ? അതുപോലെ ആ ക്ലോക്ക് നോക്കാണ്, സമയം പോകുന്നില്ല.
പക്ഷെ ഇന്നലെ അതല്ലായിരുന്നു. ഇന്നലെ അങ്ങനെ ക്ലോക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്ന് എന്താണ്? ഇന്ന് പുതിയ ദിവസമാണ്. ഒന്നും ഒന്നിന്റെയും കോപ്പിയല്ല. മനസ്സിലായില്ലേ? ഇന്നലത്തെ സ്നേഹമല്ല ഇന്നത്തെ സ്നേഹം. ഓക്കെ, ഇന്നലത്തെ സമയമല്ല ഇന്നത്തെ സമയം. ഓക്കെ, ഇന്ന് ആ വ്യക്തിക്ക് എന്താണ് സമയം നോക്കേണ്ടി വരികയാണ്. ആ വ്യക്തി കൂടെ ഉണ്ടാകുമ്പോൾ പോലും സമയം നോക്കേണ്ടി വരിക. കാരണം ആ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് അവിടെ ആഗ്രഹം വരുന്നത്. ഓക്കെ, സോ മനുഷ്യർ എന്താണ് എപ്പോഴും ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഇന്നലത്തെ പോലെയല്ല ഇന്ന്. ഇന്നലെ അങ്ങനെയായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ ഇന്ന് നേരെ മാറി. ഇന്ന് ആ വ്യക്തിക്ക് ആ റോസിന്റെ മണവും സെന്റും ഫീൽ ചെയ്യാൻ തോന്നുന്നു. ഇന്നത് റോക്കാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഫ്ലവർ ആണോ അതോ റോക്കാണോ? റോക്ക് പറഞ്ഞാൽ പാറക്കല്ല അല്ലെ. അതിനെന്താ ഭാവങ്ങളുണ്ടോ, മണമുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ തോന്നുകയാണ് രണ്ടാമത്തെ ദിവസം ആ വ്യക്തി കൂടെ ഉണ്ടാവുമ്പോ. ക്ലിയർ? Why do we treat the fleeting day with so much needless fear and sorrow? Isn't it natural not to stay? Today is always gone tomorrow. ഫ്ലീറ്റിംഗ് ഡേ പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ വളരെ നിമിഷം അല്ലെ, ഒരു നിമിഷം കൊണ്ട് പോകുന്ന, ക്ഷണികമായിട്ടുള്ള അല്ലെ, വളരെ കുറച്ച് സമയം കൊണ്ട് ഇല്ലാണ്ടായി പോകുന്ന, അതിനാണ് ഫ്ലീറ്റിംഗ് ഡേ എന്ന് പറഞ്ഞത്. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ? നമ്മൾ എന്തിനാണ് ഈ ക്ഷണികമായ ഒരു ദിവസത്തെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ അതിനെ വരവേൽക്കുന്നത്? എന്തിനാ നമ്മൾ അതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? ഇന്നിപ്പോ കഴിഞ്ഞതാ കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞാൽ തീരാൻ പോകുന്ന ഒരു ദിവസത്തെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? എങ്ങനെ? വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ. ആവശ്യമില്ലാത്ത കുറേ പേടിയും ദുഃഖങ്ങളൊക്കെ കൊണ്ട് നമ്മൾ എന്തിനാണ് ഈ ദിവസത്തെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ? ചില ആളുകൾ കണ്ടിട്ടുണ്ടോ, രാവിലെ പോകുമ്പോ ഇന്നത്തെ ദിവസം എനിക്ക് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ആകെപ്പാട് എനിക്കറിയില്ല, ആകെ ടെൻഷനാണ്, സങ്കടവും ബുദ്ധിമുട്ട്, എനിക്ക് വയ്യെന്ന്. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ആ ദിവസത്തെ ട്രീറ്റ് ചെയ്യുന്നത്? അത് പോവും, മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ദിവസം പോവും. പിന്നെ എന്തിന് നമ്മൾ ഇങ്ങനെ ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസത്തെ ഫിയറോടെയും സോറോയോടെയും കൂടെ നമ്മൾ എന്തിന് ട്രീറ്റ് ചെയ്യണം? നമ്മൾ എന്തിന് അങ്ങനെ ചെയ്യണം എന്നാണ് ഇവിടെ റൈറ്റർ ചോദിക്കുന്നത് അല്ലെ. ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നാച്ചർ നോട്ട് ടു സേ. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. നാച്ചർ മീൻസ് ഒരു സ്വഭാവം. ആർക്ക്? ആ ദിവസത്തിന്, ഫ്ലീറ്റിംഗ് ഡേക്ക്. ഓക്കെ, ആ ഫ്ലീറ്റിംഗ് ഡേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ട്. അത് എന്താണ്? സ്റ്റേ അല്ല, അതവിടെ സ്ഥിരമായിട്ട് നിൽക്കില്ല. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു ഫ്ലീറ്റിംഗ് ഡേ എന്തിനാണ് നമ്മൾ ടെൻഷനോടെയും ഫിയറോടെയും കൂടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ചില സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് നമ്മളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല, പക്ഷെ നമുക്ക് പോയേ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇന്നത്തെ ദിവസം തീരുമല്ലോ നമ്മൾ ആലോചിക്കും അല്ലെ. കാരണം അത് നമ്മളെ കയ്യിൽ നമ്മൾ സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും കൽപ്പിച്ച് അങ്ങ് പോവാണ്. എന്തായാലും ഇപ്പൊ വൈകുന്നേരത്തോടു കൂടി പിറ്റേ ദിവസം വേറെ ആവുമല്ലോ എന്നുള്ള ഒരു തോട്ട്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ വളരെ ക്ഷണികമായിട്ട് അവിടെയും സ്ഥിരമായിട്ട് നിൽക്കാത്ത സ്വഭാവമുള്ള ഒരു ദിവസത്തെ അല്ലെ, സ്റ്റേ ചെയ്ത് സ്റ്റക്കായിട്ട് നിൽക്കാൻ കഴിയാത്ത നാച്ചുറലുള്ള സ്വഭാവമുള്ള ഒരു ദിവസത്തെ എന്തിനാണ് വളരെ പേടിയോടെയും ദുഃഖത്തെയും കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമാറോ. ടുഡേ എന്താണ്? ഓൾവേസ് ഗോൺ, അത് പോകും അല്ലെ. എന്നിട്ട് എന്താവും? ടുമാറോ എന്താവും? നാളെയാവും അല്ലെ. എന്താണ്? ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമാറോ. ഇന്നെന്താണ്? ഇന്ന് പോയിട്ട് എന്താവും? നാളെയാവും. ക്ലിയർ? With smiles and kisses, we prefer to seek accord beneath our star. Although we are different, we conquer just as 2 drops of water are. എന്താണ്? വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് അല്ലെ. സ്മൈൽസ്, ഇവിടെ സ്മൈൽസിന് സ്മൈൽസ് തന്നെ കേട്ടോ. പുഞ്ചിരിയോട് കൂടിയിട്ടും കിസ്സുകളോട് കൂടിയിട്ടും ലവോട് കൂടിയിട്ട് അല്ലെ, സ്നേഹത്തോട് കൂടിയിട്ടും പുഞ്ചിരിയോട് കൂടിയിട്ടും വി പ്രിഫർ ടു സീക്ക് അക്കോർഡ് ബിനീത്ത് അവർ സ്റ്റാർ അല്ലെ. ഒരു സ്റ്റാറിന്റെ താഴെ ഒരുമിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ അല്ലെ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞു തരുന്നത്? ഡിഫറെന്റ് ആണ്. ഓൾദോ വി ആർ ഡിഫറെന്റ്, ഞങ്ങൾ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് നേച്ചറാണ്, ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡാണ്, ഡിഫറെന്റ് എല്ലാ രീതിക്കും ഡിഫറെന്റ് ആണ് അല്ലെ. ഡിഫറെന്റ് ആഗ്രഹങ്ങളായിരിക്കും, ഡിഫറെന്റ് സ്വഭാവങ്ങളായിരിക്കും, പല രീതിക്കും മനുഷ്യർ ഡിഫറെന്റ് ആണ് അല്ലെ. ആദ്യം റോസാപ്പൂ ആയതുകൊണ്ട് പിറ്റേന്ന് അത് റോക്കായിട്ട് നമുക്ക് തോന്നുകയല്ലേ. അപ്പൊ എല്ലാം കൊണ്ട് ഡിഫറെന്റ് ആണെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് നിൽക്കാണ് ഒരു സ്റ്റാറിന്റെ താഴെ. മനുഷ്യർ അങ്ങനെയാണ് അല്ലെ, എല്ലാവരും ഒന്നിച്ച് നിൽക്കും അല്ലെ. ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാവരും ഒരുമിക്കാണ്. each and every person ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്, ഓരോ ദിവസവും ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും ഒരു സ്റ്റാറിന്റെ താഴെ ഒരുമിച്ച് നിൽക്കുകയാണ്. വി കോൺകർ, ഞങ്ങൾ അത് സമ്മതിക്കുന്നു അല്ലെ. ഞങ്ങളെല്ലാം ഡിഫറെന്റ് ആണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ജസ്റ്റ് ആസ് 2 drops of water അല്ലെ. പക്ഷെ എന്താണ്? ഞങ്ങൾ ഡിഫറെന്റ് ആണെങ്കിൽ ഞങ്ങൾക്കിടയിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്. അതെന്താണ്?
അവരുടെ വിശ്വസുകൾ അല്ലെ. മനുഷ്യർക്ക് പല ആളുകളുടെയും വിശ്വസ് അല്ലെ. ചില ആളുകൾക്ക് നമ്മൾ ഈ നാട്ടിൽ വിളിക്കുന്ന ചില ആളുകൾക്കുള്ള വിശ്വസിന് വേറെ ആളുകൾക്കും ഉണ്ടാവും അല്ലെ. നമ്മളെ പോലെ ജീവിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, പല സ്വഭാവങ്ങൾ കൊണ്ടും മനുഷ്യർ ഡിഫറെന്റ് ആണെങ്കിലും ചില കാര്യങ്ങൾ കൊണ്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുമിച്ച് നിൽക്കുകയാണ് ഒരു സ്റ്റാറിന്റെ താഴെ എന്നാണ് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ട്? വിത്ത് സ്മൈൽ ആൻഡ് കിസസ്. അതുപോലെ അല്ലെ, ലവ്, സ്നേഹം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അല്ലെ. വിശ്വസ്, ലവ്, സ്നേഹം, പല 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 കാര്യങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാണ്, അതെല്ലാം അങ്ങനെയുള്ള പല സിമിലാരിറ്റിയും കൊണ്ട് അവരൊരു സ്റ്റാറിന്റെ താഴെ നിൽക്കുകയാണ്. അവർ ഡിഫറെന്റ് ആണ് എന്നുള്ളത് അവർ സമ്മതിച്ചു. പക്ഷെ പല കാര്യങ്ങളിലും അവരെന്തുണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു സ്റ്റാറിന്റെ താഴെ ഒരുമിച്ച് നിൽക്കുകയാണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ എന്താണ് ഈ പോം എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നത്തിങ് ടോയ്സ് അല്ലെ. എന്താണ്? ഒന്നും എന്തല്ല, നാളെ ഒന്നും എന്തുണ്ടാവില്ല, ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല. ലൈഫിന് ഒരു റീടേക്ക് ഇല്ല. എന്താ മക്കളെ? ഒരു റീടേക്ക് ഇല്ല. അത് പ്രാക്ടീസ് ചെയ്ത് സെറ്റായിട്ട് നാട്ടിലോട്ട് വന്ന് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമല്ല. ഒന്നിനും റീടേക്ക് ഇല്ല. ഇതങ്ങനെ ജീവിച്ചു പോകും. ഒരു ദിവസവും മറ്റൊരു ദിവസത്തിന്റെ കോപ്പിയല്ല. ഇന്നലത്തെ കോപ്പി, ഇന്നലെ സംഭവിച്ചതിന് ഇന്ന് സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോഴേക്കാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അങ്ങ് സംഭവിക്കുക അന്നത്തെ ദിവസം അല്ലെ. കാരണം എന്താ? ഒന്നും ഒന്നിന്റെയും കോപ്പിയല്ല. അതുപോലെ ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ, അന്ന് നാളെ ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുമ്പോഴായിരിക്കും നാളെ ചെല്ലുമ്പോ എന്തോ വലുത്. അപ്പൊ എന്താണ്? ഇന്നത്തെ കോപ്പിയല്ല നാളെ. ഓക്കെ. അപ്പൊ ഒന്നും തന്നെ ഒന്നിന്റെയും എന്തല്ല, കോപ്പിയല്ല. ഓരോ ദിവസം ഡിഫറെന്റ് ആണ്, മനുഷ്യർ ഡിഫറെന്റ് ആണ്. എന്നിരുന്നാലും ചില ബ്ലിസ്സും ലവും ഒക്കെ കാരണം നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് നിൽക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും സ്റ്റാറിന്റെ താഴെ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. സോ ലൈഫിലെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സും വളരെ പ്രീഷ്യസ് ആണ്. എല്ലാം എന്താണ്, മനോഹരമാണ് അല്ലെ. പോയി കഴിഞ്ഞ ഓരോ മൊമെന്റും പോയതാണ്. സോ നമ്മൾ എന്ത് ചെയ്യാ, അത് വളരെ മനോഹരമായിട്ട് ജീവിക്കാം. നോക്കാം. Poetic devices, figure of speeches used in the poem അല്ലെ. ഇവിടെ കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. റൈം സ്കീം AB ആണ്. വിഷ്വൽ ഇമേജസ്, റോസ് വിത്ത് ഹ്യൂ ആൻഡ് ദ ക്ലോക്ക് അല്ലെ. നമുക്ക് വിഷ്വൽ ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. റോസ് പറയുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ക്ലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇനിയുണ്ട് കേട്ടോ അതിൽ കുറെ വിഷ്വൽ ഇമേജസുകൾ. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കണ്ണിലൂടെ കാണാം. ഓൾഫാക്ടറി ഇമേജസ് ഉണ്ട് അല്ലെ. നമുക്ക് സ്മെല് ചെയ്യാൻ കഴിയുന്നത് അല്ലെ. ഓൾഫാക്ടറി ഇമേജസ് മണക്കാൻ കഴിയുന്നതാണ്. സെന്റ് ഓഫ് ദ റോസ് അല്ലെ. റോസിന്റെ എല്ലാ ഹ്യൂ ആൻഡ് സെന്റ് എന്ന് പറഞ്ഞ അതിന്റെ എല്ലാ മണത്തോടും കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യും. സിമിലി. എന്താ സിമിലി എന്ന് പറഞ്ഞാല് ആസും അതുപോലെ ലൈക്കൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. അതൊക്കെ യൂസ് ചെയ്ത് കമ്പയർ ചെയ്യാം. ഓൾദോ വി ആർ ഡിഫറെന്റ് വി കോൺകർ ജസ്റ്റ് ആസ് 2 drops of water. 2 drops of water, 2 വെള്ളത്തുള്ളി, മഴയുടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ 2 തുള്ളി പോലെ നമ്മൾ എന്താണ്, ഒരു ഇതിന്റെ താഴെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, ഞങ്ങൾ ഡിഫറെന്റ് ആണെങ്കിലും എന്ന് പറയുമ്പോൾ ഇവിടെ സിമിലി ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ മെറ്റാഫർ എന്താണ്, കമ്പയർ തന്നെയാണ്. പക്ഷെ ആസും ലൈക്കും ഒന്നും യൂസ് ചെയ്യില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഡയറക്റ്റ് കമ്പയർ ചെയ്യും. നോക്കാം. The reference to rose is an indirect metaphorical comparison. ഇവിടെ റോസ് ആണ് നേരിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ടു ദ ഹൈലൈറ്റ് ഓഫ് ദ ബ്യൂട്ടി, മെമ്മറീസ് ആൻഡ് ഇമോഷൻസ് ഓഫ് ദ ഹ്യൂമൻ റിലേഷൻ അല്ലെ. മനുഷ്യന്റെ ബ്യൂട്ടി, മെമ്മറീസ്, ഇമോഷൻസ് അല്ലെ. സ്നേഹത്തിനും ഇങ്ങനെയുള്ള പല ഇമോഷൻസിനും നമ്മൾ നേരിട്ട് കമ്പയർ ചെയ്യാനാണ് റോസിനെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ ആസും ലൈക്കും ഒന്നും ഉപയോഗിക്കാതെ കമ്പയർ ചെയ്യുമ്പോഴാണ് ആ വേർഡില്, ആ ഒരു സെന്റൻസിൽ ആസും ലൈക്കും ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് പോയി കമ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെന്താണ്, മെറ്റാഫർ ആണ്. ഇതെന്താണ്, ആസും ലൈക്കും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമിലി ആണ് അല്ലെ. പോയറ്റിക് ഡിവൈസസിന്റെ ക്ലാസ് എന്ത് ചെയ്യാ, നമ്മുടെ ഇതിലുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാ, ആ ക്ലാസ് പോയിട്ട് കാണുക കേട്ടോ. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പോം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പോയറ്റിക് ഡിവൈസസ് തെരഞ്ഞെടുക്കാൻ കഴിയും കേട്ടോ. റൈമിംഗ് വേർഡ്സ്, ടോയ്സ് ഇംപ്രൂവൈസ്ഡ്. ടോയ്സ് ഇംപ്രൂവൈസ് അല്ലെ. ഇതെങ്ങനെ ടോയ്സ് ഇംപ്രൂവൈസ് എന്ന് പറയുന്നത്? നമ്മൾ ഈ ഡി പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ടോയ്സ് ഇംപ്രൂവൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ. ദെൻ ഈസ് പ്രാക്ടീസ്, ഡംബർ സമ്മർ, ഡാൻസ് വൺസ്, എസ്റ്റർഡേ വേ, ഈസ് കിസസ്, ടങ് ഫ്ലങ്, ആക്സിഡന്റ് സ്വെന്റ്, മീ ബി, ക്ലോക്ക് റോക്ക്, ഡേ സ്റ്റേ, സോറോ ടുമാറോ, പ്രിഫർ, കോൺകർ, സ്റ്റാർ, ആർ അല്ലെ. ഇതെന്തായാലും മാർക്ക് ആർക്കും മിസ്സാവില്ല. കാരണം നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് പോമിലും കിട്ടിപ്പോരുന്ന മാർക്കാണില്ലേ റൈമിംഗ് വേർഡ്സ്. നോക്കാം അടുത്തത്.
അടുത്തത് അലിട്രേഷൻ. അലിട്രേഷൻ പറഞ്ഞാൽ എന്താ? റിപ്പീറ്റേഷൻ ഓഫ് കൺസണന്റ് സൗണ്ട് അല്ലെ. വവൽ സൗണ്ട്സ് നിങ്ങൾക്ക് അറിയാം. വവൽ സൗണ്ട്സ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു അല്ലെ. എ, ഇ, ഐ, ഒ, യു അല്ലാത്ത ബാക്കി എല്ലാ സൗണ്ട്സും റിപ്പീറ്റ് ചെയ്ത് തുടക്കത്തിൽ വരികയാണെങ്കിൽ എന്താണ് പറയാ? അതിന് അലിട്രേഷൻ എന്ന് പറയും. നോക്കാം, ഇവിടെ ടു, ടീച്ച്, ഫീൽ, ഫ്ലങ്, ഡു, ഡേ, നേച്ചർ, നോട്ട് ഇതൊക്കെ പോമിൽ വരുന്ന ലൈൻസിലുണ്ട്. സോ ഇത് അലിട്രേഷൻ ആണ്. ഇനി അസോണൻസ് എന്താ? റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ്. അതിങ്ങനെ തുടക്കത്തിൽ വരണമെന്നൊന്നുമില്ല കേട്ടോ. ഇൻ, ഈസ് അല്ലെ, ഇവിടെ ഐ ഉണ്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്. ഡേയ്സ്, എസ്റ്റർ, ഡേ എന്ന് പറയുന്നിടത്ത് വവൽ സൗണ്ട് വരുന്നുണ്ട്. വില്ല്, ബ്ലിസ് വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്, ഫ്ലീറ്റ് എന്നൊക്കെ പറയുന്നിടത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സീക്ക്, ബിനീത്ത് എന്ന് പറയുന്നിടത്ത് ഒരുപാട് വവൽ സൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് ഇടയിലൂടെയൊക്കെ വരുന്നുണ്ട്. ക്ലിയർ? ദെൻ റൈമിംഗ് സ്കീം എ ബി എ ബി. അങ്ങനെ ഹൈപ്പർബോളി. എന്താ ഹൈപ്പർബോളി പറഞ്ഞാല്? ഓവറാക്കുക അല്ലെ. എന്താണ് ഓവറാക്കുക അല്ലെ. ഞാനൊരു 1000 തവണ ഒരാളോട് പറഞ്ഞു എന്നിട്ട് അത് കേട്ടില്ല. നമ്മൾ ഒരാളോട് 1000 തവണ പറയില്ല, ചിലപ്പോ 1, 2, 10 വട്ടം പറഞ്ഞു, പക്ഷെ അതങ്ങോട്ട് ഓവറായിട്ട് അങ്ങ് തള്ളി മറിക്കാറ് അല്ലെ. അങ്ങനെ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നുണ്ട്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മൂടൻ എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? ഹൈപ്പർബോളിയാണ്. ഹൈപ്പർബോളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറാക്കിയിട്ട് പറയുക. ഓക്കെ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരാളോട് പറഞ്ഞു, ഞാനൊരു 1000 തവണ, ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞു, പക്ഷെ ഒരിക്കലും ഒരാൾ 1000 തവണ പറയില്ല. മാക്സിമം പോയാൽ 10 വട്ടം പറയണ്ട, അപ്പത്തിന് നമ്മൾ നിർത്തും. പക്ഷെ അതെന്താണ്? ഹൈപ്പർബോളിയാണ്, ഓവറാക്കിയിട്ട് പറയാം. അതുപോലെ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഡിസ്ക്രൈബിങ് സംവൺ ആസ് ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡംസ്, ഈ ഭൂമിയിലെ ഈ വേൾഡിലെ തന്നെ ഏറ്റവും മൂഢനായിട്ടുള്ള ഒരാള്, അത് ഹൈപ്പർബോളിയാണ് അല്ലെ. ചിലപ്പോ അത്രയും മൂഢനായിട്ടുള്ള ആള് ആവില്ല. ഓക്കെ, എക്സറൈറ്റ് ദെയർ ലാക്ക് ഓഫ് ഇന്റലിജൻസ് ടു എംഫസൈസ് ദ പോയിന്റ് അല്ലെ. അതെന്താണ്? അത്രയും വിഡ്ഢിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ മെറ്റാഫർ. മെറ്റാഫർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. സിമിലി മെറ്റാഫർ തമ്മിൽ ഡിഫറൻസ് അറിയണം. ഒന്ന് ആസും ലൈക്കും വെച്ചിട്ട് വരുമെങ്കിൽ ഇത് ഡയറക്റ്റ് പോയിട്ട് കമ്പയർ ചെയ്യും. മെറ്റാഫർ കമ്പയർ ലൈഫ് ടു ദ class reinforced to the idea of the learning and the inability to retake the certain lessons അല്ലെ. ലൈഫിനെ ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയല്ലേ, നമുക്ക് അവളെ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടൂല്ല. ഒരു കുട്ടി ലീവായ പിറ്റേന്ന് ആ കുട്ടിക്ക് വേണ്ടി ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. ആ കുട്ടി 4-5 ദിവസം ലീവാകാൻ പിറ്റേന്ന് 4-5 ദിവസം ആ കുട്ടിക്ക് വേണ്ടി ഇരുന്ന് ക്ലാസ് എടുക്കും? ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് എന്താ, റിപ്പീറ്റ് ചെയ്തുള്ള അവസരം നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമുക്ക് കിട്ടില്ല അല്ലെ. സോ അതാണ് ഉദ്ദേശിച്ചത്. ലൈഫും അങ്ങനെ തന്നെയാണ്. എന്ത് റിപ്പീറ്റേഷനോ റീടേക്കുകളോ ഒന്നുമില്ല കേട്ടോ. സോ അതൊരു മെറ്റാഫറാണ്. ദെൻ പേഴ്സണിഫിക്കേഷൻ പറഞ്ഞു. നമ്മുടെ മനുഷ്യർക്കുള്ള കഴിവ് അല്ലെ, എഴുതുക, പഠിക്കുക, വായിക്കുക, പഠിപ്പിക്കുക, ഇങ്ങനെ മനുഷ്യർക്കുള്ള കുറെ കഴിവുകളുണ്ട് അല്ലെ. അതെന്ത് ചെയ്യാ? അത് ഈ പറഞ്ഞ മൃഗങ്ങൾക്കോ മറ്റു വസ്തുക്കൾക്കോ കൊടുത്തിട്ട് ആ കഴിവ് അവർക്കുള്ളത് പോലെ കൊടുക്കുമ്പോൾ അത് പേഴ്സണിഫിക്കേഷൻ ആവുന്നത്. ഗിവിംഗ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ്, the ability to teach emphasize their significance in shaping our experience അല്ലെ. രാത്രിയും പകലുകളും ഒന്നും നമ്മൾ പിറ്റേന്ന് അത് വീണ്ടും 1 രാത്രികളും 2 രാത്രികളും നമുക്ക് ബ്ലിസ്സുകളും കിസ്സുകളും ഒന്നും റിപ്പീറ്റ് അതേപോലെ ടീച്ച് ചെയ്ത് തരില്ല 1 രാത്രിയും എന്ന് പറയുന്നുണ്ട് അല്ലെ. രാത്രി ഒന്നും നമ്മളെ പഠിപ്പിക്കാറുണ്ടോ? മനുഷ്യരല്ലേ പഠിപ്പിക്കാറ്. പക്ഷെ അതവിടെ രാത്രി അറിയുന്ന നൈറ്റ് ടീച്ച് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതെന്താണ്? മനുഷ്യന്റെ ഒരു ക്വാളിറ്റി നൈറ്റിന് കൊടുക്കണം. അപ്പൊ അതെന്തായി? പേഴ്സണിഫിക്കേഷൻ ആയി. ക്ലിയർ? റിപ്പീറ്റേഷൻ പിന്നെ എല്ലാവർക്കും അറിയാം. അതിൽ ഒരുപാട് വരുന്നുണ്ട് അല്ലെ. പ്രൈസ്ലെസ്ലിയും ദ സെയിം മാത്രമല്ല, റോസ് അറിയുന്ന ഒരു വേർഡും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. The repetition of pricelessly the same emphasize the idea of exact repetition being impossible അല്ലെ. എന്താണ് റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, ഈ ഒരു വേർഡ് എഴുതി വെക്കുക. അതേപോലെ എറോസ് എന്ന് പറയുന്ന റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് റിപ്പീറ്റേഷൻ വരുന്നത് കേട്ടോ. ദെൻ ഇവിടെ പോയിറ്റിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. മരിയ വിസ്ലാവ അനാസിമോസ്ക അല്ലെ. ദ റിനൗഡ് പോളിഷ് പോയറ്റ് ആണ്. ആൻഡ് എസ്സേയിസ്റ്റ് ഈസ് നോൺ ഫോർ ഹെർ പ്രൊഫൗണ്ട് ആൻഡ് തോട്ട് പ്രൊവാക്കിംഗ് വർക്ക്സ് അല്ലെ. വളരെ ഫേമസ് ആയിട്ടുള്ള എസ്സേയിസ്റ്റ് ആണ്. അവരുടെ ചിന്തകൾ ഉണർത്തുന്ന രീതിക്കുള്ള അവരുടെ വർക്കുകളൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഷി വാസ് ബോൺ ഇൻ പ്രോവാൻഡ് വെസ്റ്റേൺ പോളണ്ടിലാണ് ജനിച്ചത് ഓൺ 2 July 1923. ഹെർ പോയട്രി ഈസ് സെലിബ്രേറ്റഡ് ഫോർ ഹിസ് ഇന്റലക്ച്വൽ ഡെപ്ത് അല്ലെ. ഇന്റലക്ച്വലി ആണ്, വളരെ ഡെപ്ത് ആണ് അല്ലെ. അത് അവരുടെ പോയറ്റിൽ കാണും. വിറ്റ് കാണും. ദെൻ പ്രിസിഷൻ മീൻസ് ഇങ്ങനെ ചുരുക്കി എഴുതുന്നതിനാണ് പറയാം കേട്ടോ. അതെല്ലാം കാണും. സം ഓഫ് ഹെർ മോസ്റ്റ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്
കുറച്ച് മെയിൻ ആയിട്ടുള്ള വർക്കുകളാണ്. കോളിംഗ് ഔട്ട് ടു യാ സോൾട്ട്, നോ എൻഡ് ഓഫ് ഫൺ, പീപ്പിൾ ഓൺ എ ബ്രിഡ്ജ് എക്സെട്ര. ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. ഷി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് ടു വേൾഡ് ലിറ്ററേച്ചർ ഇൻ 1996 അല്ലെ. എന്നാ നോബൽ പ്രൈസ് കിട്ടിയത്? 1996 കേട്ടോ. നോബൽ പ്രൈസ് കിട്ടിയത് ഫോർ ഹർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് ടു വേൾഡ് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് 1996. ഇത്രയും കാര്യങ്ങളാണ് പോയിറ്റിനെ കുറിച്ച് ഓർത്തു വെക്കാനുള്ളത്. ക്ലിയർ? സോ വളരെ മനോഹരമായിട്ടുള്ള ഒരു പോം അല്ലെ. ഒന്നും രണ്ടാമതില്ല അല്ലെ. ലൈഫിന് റീടേക്കുകളില്ല. അത് പ്രാക്ടീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് നാട്ടിൽ വന്നിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടൊന്നും കഴിയില്ല. അതുപോലെ തന്നെ മരിച്ചുപോയി രണ്ടാമതൊന്നും ജീവിക്കാം അവിടെ വന്നിട്ട് ഒന്നുമില്ല അല്ലെ. ഒരു റീടേക്കുകളും ഇല്ല. ഒരു ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോയി. ഒരു ദിവസത്തിന്റെ കോപ്പിയല്ല മറ്റൊരു ദിവസം. സോ എന്താണ്? ലൈഫിലൊരു സെക്കൻഡ് ചാൻസ് ഇല്ല, ഒരു റീടേക്ക് ഇല്ല. ഓരോ മൊമെന്റും ലൈഫ് മനോഹരമായിട്ട് ജീവിക്കാം. ഓക്കെ. സോ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റീസും ചാപ്റ്റേഴ്സിന്റെ മറ്റു പാർട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.